സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാത്തലിക് മിററിന്റെ പുതിയ എപ്പിസോഡിലേക്ക് വലിയ സ്നേഹത്തോടുകൂടി മാത്യുവച്ചനും ഞാനും ചേർന്ന് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പുതിയ എപ്പിസോഡാണ്, പുതിയ വിഷയമാണ്. മാത്യുവച്ചൻ ആ വിഷയം പങ്കുവയ്ക്കും. പ്രിയമുള്ളവരെ, ഈ വിഷയം നമ്മൾ മാതാവിനെ കുറിച്ചാണ്. നമുക്കറിയാം, മാതാവിന് ഒരുപാട് അപദാനങ്ങളുണ്ട്. ഒരു പക്ഷേ എന്താ പറയുക, എണ്ണി തീർക്കാൻ നമുക്ക് പറ്റത്തില്ല, അതുപോലെ അപദാനങ്ങളുണ്ട്. ഈശോയേക്കാൾ കൂടുതലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈശോയ്ക്ക് അത്ര അപദാനങ്ങളില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല. എന്താണ് അതിന് കാരണം എന്ന് വെച്ചാൽ, അമ്മമാരോട് നമുക്കൊരു വൈകാരികമായ ഒരു അടുപ്പമുള്ളത് കൊണ്ടായിരിക്കാം. എന്തായാലും ഈ മാതാവിനെ കുറിച്ച് നമുക്കറിയാം പല വിശേഷങ്ങൾ. കൃപാസനം മാതാവുണ്ട്, അതുപോലെ തന്നെ ലൂർദ് മാതാവുണ്ട്, ഫാത്തിമ മാതാവുണ്ട്, വേളാങ്കണ്ണി മാതാവുണ്ട്. അങ്ങനെ ഒരുപാട് മാതാവിൻ്റെ മാതാവിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ നമുക്കറിയാലോ, ഇങ്ങനെ ഒത്തിരിയുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു സംശയമുണ്ട്, ഇതിൽ ഏത് മാതാവിനാണ് ശക്തിയുള്ളത്? വേളാങ്കണ്ണി മാതാവിനാണോ, കൃപാസന മാതാവിനാണോ, അതോ ലൂർദ് മാതാവിനാണോ, ഗാഡലൂപ്പ മാതാവിനാണോ, അതോ എല്ലായിടത്തും ഒരേ ശക്തിയാണ്? ഇങ്ങനൊരു ചിന്ത എന്നെ മനസ്സിലാക്കുന്നുണ്ട്. അതെ. അപ്പോൾ ഈ ഒരു വിഷയം നമ്മളൊരല്പം ആഴത്തിലൊന്ന് മനസ്സിലാക്കേണ്ടതും ഇതിൻ്റെ പിന്നിലുള്ള ദൈവിക സന്ദേശവും ദൈവശാസ്ത്രവും നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് ഈ വിഷയം തന്നെ ഇന്ന് ചർച്ചയ്ക്ക് എടുക്കാം. മനോഹരമായ വിഷയമാണ്. എല്ലാവർക്കും വളരെ മാതാവിന്റെ വിഷയം എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട മാതാവിന്റെ ഒക്കെ പേര് പറഞ്ഞാൽ നമ്മൾ ഒത്തിരി ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഒന്നാമതായിട്ട് എന്തുകൊണ്ട് നമ്മൾ ആദ്യം അല്പം സരസമായിട്ട് പറഞ്ഞതുപോലെ ഈശോയ്ക്ക് നമ്മളെ കുറച്ച് പേരേ ഉള്ളൂ, കൊടുത്തൽ ഉണ്ണി, രാജാതിരാജനും. മാതാവിന് 1600 പരം പേരുണ്ടെന്നാണ് പറയുന്നത്. അതെ. അപ്പോൾ എങ്ങനെ പേര് വന്നു എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ പുറകിലുള്ള ഒരു കാര്യം കേൾക്കുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക സന്തോഷം തോന്നുന്നു, എനിക്ക് തോന്നുന്നു. ഉദാഹരണം പറഞ്ഞാൽ കർമ്മല മാതാവ് 1200-കളിൽ, കൃത്യമായിട്ട് പറഞ്ഞാൽ 1216 മറ്റാണ്. അങ്ങനെ ഒരു വർഷത്തിൽ യൂറോപ്പിലെ കർമ്മലീത്ത സഭ പ്രതിസന്ധി അനുഭവിച്ച സമയത്ത് അന്ന് അതിൻ്റെ പ്രിയോറായിരുന്ന ഫാദർ സൈമൺ സ്റ്റോക്ക് തീക്ഷ്ണമായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പരിശുദ്ധ അമ്മ കർമ്മലനാഥിയായി പ്രത്യക്ഷപ്പെട്ട് ഉത്തരീയം കൊടുക്കുന്നു. എന്നിട്ട് ആ ഉത്തരീയ ഭക്തി പ്രചരിപ്പിക്കാൻ പറയുന്നു. അപ്പം അതുമായി ബന്ധപ്പെട്ടാണ് ഈ കർമ്മല മാതാവ് എന്നുള്ള ആ ഒരു പേരും വിഖ്യാതമാകുന്നത്. അപ്പോൾ നമുക്കൊരു ചിന്ത വരുന്നത്, തിരുസഭയിലെ ഒരു ഔദ്യോഗിക സന്യാസഭ, ആ സഭയിൽ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ പ്രിയോർ പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ആരാ വാസ്തവത്തിൽ വരേണ്ടത്? ഈശോയാണ്. ഈശോ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവാണ് സഭയിലേക്ക് വരേണ്ടത്. പരിശുദ്ധാത്മാവാണുള്ള സഭയുടെ നായകൻ. പക്ഷെ വന്നത് മാതാവാണ് വന്നത്. ഇതുപോലെ കത്തോലിക്ക സഭയിൽ പല പല പ്രതിസന്ധി ഉണ്ടായ സമയത്ത് ആ സമയത്തൊക്കെ സഹായിക്കേണ്ടത് പരിശുദ്ധാത്മാവാണെങ്കിലും പലപ്പോഴും വന്നത് മാതാവാണ്. അപ്പോൾ ഉടനെ ചെല്ലി വിചാരിക്കുമായിരിക്കും, ഇത് പാഷാണ്ഡതയല്ലേ? അങ്ങനെ ഒരു ഇത് ഇമ്മാനുവൽ എംപറർ എന്ന് പറഞ്ഞ മറ്റൊരു ഗ്രൂപ്പ് പരിശുദ്ധാത്മാവിൻ്റെ അവതാരമാണ് മാതാവെന്നൊക്കെ അവർ പഠിപ്പിക്കുന്നത് കേട്ടു. അതങ്ങനെയല്ല നമ്മൾ പറയാൻ ശ്രമിക്കുന്ന കാര്യം. ബൈബിളിൽ തന്നെയുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, പരിശുദ്ധാത്മാവ് മാതാവിലേക്ക് നേരിട്ടിറങ്ങി വരുന്നു ഈശോ ജനിപ്പിക്കാൻ വേണ്ടി. അങ്ങനെ ലോക ചരിത്രത്തിൽ ആരിലേക്കും വന്നിട്ടില്ല. മാതാവിൽ വന്നതുപോലെ പരിശുദ്ധാത്മാവ് ആരിലേക്കും വന്നിട്ടില്ല. അങ്ങനെ ഒരു പ്രത്യേകമായ ഒരു ബന്ധം മാതാവ്. അതിനേക്കാൾ എന്നെ ശ്രദ്ധിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു വലിയ ആത്മീയ മർമ്മം, എലിസബത്തിനുള്ളിലുള്ള ശിശു അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് നിറയുമെന്ന് ഒരു പ്രവചനം ഉണ്ടായിരുന്നത്. പക്ഷെ ആ പ്രവചനം പൂർത്തിയാകുന്നത് എങ്ങനെയാണ്? കന്യകാമറിയം ചെന്ന് എലിസബത്തിനെ അഭിവാദനം ചെയ്തപ്പോൾ എലിസബത്തിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ഉദിച്ചാണ്. അപ്പോൾ ഒരു ചെറിയ സംശയം വരുന്നതേ, മാതാവിലേക്ക് നേരിട്ടിറങ്ങി വന്ന പരിശുദ്ധാത്മാവിന് എലിസബത്തിലേക്ക് നേരിട്ടിറങ്ങി തരത്തില്ലായിരുന്നു അല്ലേ? സ്വാഭാവികമല്ലേ? സ്വാഭാവികം. പക്ഷേ മാതാവിൻ്റെ സാന്നിധ്യത്തിലൂടെ പരിശുദ്ധാത്മാവ് ചെന്നു. അതൊരു പ്രതീകമാണ്. അതായത് പരിശുദ്ധാത്മാവ് സഭയിൽ വിശ്വാസികൾക്കിടയിൽ പ്രവർത്തിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രധാന മാധ്യമമാണ് കന്യകാമറിയം. അത്രമാത്രം ഒരു ബന്ധം പരിശുദ്ധാത്മാവും തമ്മിലുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കേണ്ട പല സമയങ്ങളിലും പരിശുദ്ധാത്മാവ് മീഡിയ എന്ന രീതിയിൽ മാതാവ് പ്രവർത്തിക്കും. അങ്ങനെ സഭയിൽ അനേകം പ്രാവശ്യം സഭയുടെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി മാതാവ് വന്ന് പ്രവർത്തിച്ചതിന്റെ പേരിലാണ് ഈ പേരുകളെല്ലാം വന്നത്. അതാണ് ഈ പേരുകളെ പറയുള്ള ഒരു ചരിത്രമുള്ളത്. നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് കാഞ്ഞിരപ്പള്ളി അക്കരയമ്മ. അക്കരയമ്മ ആലപ്പുഴക്കാരൻ എനിക്ക് IMS എന്ന് പറയുന്നു. അങ്ങനെ നമുക്ക് IHS മിനിസ്ട്രി അമ്മ എന്ന് വേണമെങ്കിൽ പറയാം.
ഓക്കെ. അപ്പം ഇനി എങ്ങനെ ഇനി ഏത് മാതാവിനാണ് ശക്തി കൂടുതൽ? വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാനൊരു പിന്നെ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ അവിടെ താമസിക്കുകയാണ്. രാത്രിയിൽ ഒരു 9-10 മണി ആയപ്പോഴേക്കും എനിക്കൊരു ഫോൺ കോൾ വരിക ഡൽഹിയിൽ നിന്ന്. ബിജുപോലെ പെട്ടെന്ന് മുറ്റത്തേക്ക് ഇറങ്ങുക, ഇപ്പോൾ ആകാശത്തേക്ക് നോക്കുകയാണെങ്കിൽ ചന്ദ്രൻ്റെ അകത്ത് മാതാവ് നിൽക്കുന്ന കാണാമെന്ന് പറഞ്ഞു. ഞാൻ കൂടെ പറഞ്ഞു തോന്നുന്നു യേശുപിതാവും ഈശോയും കൂടെ ഉണ്ടെന്ന് പറഞ്ഞെന്ന് തോന്നുന്നു. എന്നാലും ഞാൻ ഇറങ്ങി ഇങ്ങനെയെല്ലാം നോക്കിയിട്ട് എനിക്ക് കാണാൻ പറ്റിയില്ല. പക്ഷെ പിറ്റേ ദിവസം പല്ലും കണ്ടെന്ന് പറഞ്ഞു. അപ്പം കാണാത്ത എന്നോടാണ് ഇവർ ചോദിക്കുന്നത്. എന്നെ ചോദിക്കുകയാണ് ബിജുപോലെ ഇതേക്കുറിച്ച് ബിജുപോലൊരു അഭിപ്രായം പറഞ്ഞു. ഇവർ കണ്ടവരായി ഞാൻ കാണാത്തയാണ്. പെട്ടെന്ന് എൻ്റെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് ഒരു ചിന്ത വന്നു. ഞാൻ അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞെങ്ങനെയാണ്, ബൈബിൾ പറയുന്നത് മാതാവ് ചന്ദ്രൻ്റെ അകത്താണെന്നല്ല, മാതാവിൻ്റെ കാലിൻ്റെ അടിയിലാണ് ചന്ദ്രൻ എന്നാണ് ബൈബിൾ പറയുന്നത് പറഞ്ഞു. അപ്പം ഞാൻ തന്നെ ഓർത്ത് ഞാനീ പറഞ്ഞ യുക്തി എന്താ. പിന്നെ പെട്ടെന്ന് എനിക്ക് മനസ്സിലായത്, വിശുദ്ധ ബൈബിൾ അല്ലെങ്കിൽ വിശുദ്ധ ബൈബിൾ യഥാവധി വ്യാഖ്യാനിക്കുന്ന സഭ പരിശുദ്ധ അമ്മയെക്കുറിച്ച് എന്ത് പറയുന്നുവോ അതാണ് നമ്മൾ യഥാർത്ഥത്തിൽ അമ്മയെക്കുറിച്ച് വിശ്വസിക്കേണ്ടത് എന്നുള്ളൊരു വലിയ ബോധ്യം എനിക്ക് വന്നു. വാസ്തവത്തിൽ ഒരു അമ്മയല്ലേ ഉള്ളൂ, ഒരു അമ്മയുള്ളൂ. ഇപ്പം കേരളത്തിൽ ഇവിടെ മാതാവ് പ്രത്യക്ഷപ്പെടുന്നത് കഞ്ചിക്കൂട് റാണിച്ചേച്ചിക്ക് പ്രത്യക്ഷപ്പെടുന്ന പറയുന്നത്. റാണിച്ചേച്ചിക്ക് പ്രത്യക്ഷപ്പെടുന്നത് മലയാളി അമ്മയാണ്, മലയാളം സംസാരിക്കുന്ന അമ്മ. ഗാദുരൂപ പ്രത്യക്ഷപ്പെടുന്ന ഒരു കറുത്ത കളറുള്ള അമ്മയാണ്. ഒരു വ്യത്യാസമുണ്ട്. ആഫ്രിക്കയിലൊക്കെ കറുത്ത രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടെന്ന് തോന്നുന്നു. ചിലടത്ത് ഇംഗ്ലീഷ് സംസാരിക്കുന്ന അമ്മ, ചിലടത്ത് ഗ്രീക്ക് സംസാരിക്കുന്ന അമ്മ, ചിലടത്ത് കറുത്തയാള്, ചിലടത്ത് വെളുത്തയാള്. ഇതിലേതായിരിക്കും യഥാർത്ഥ അമ്മ? അപ്പോൾ ഇത് വിശ്വാസികൾ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ഓരോ സ്ഥലത്ത് പ്രത്യക്ഷപ്പെടുമ്പോൾ ആ സ്ഥലത്തുള്ളവർക്ക് മനസ്സിലാകത്തക്ക രീതിയിലുള്ള ഒരു രൂപം, അങ്ങനെയുള്ള ഭാഷ ഒക്കെ ഉപയോഗിക്കുന്നു. പക്ഷെ മാതാവ് ഒന്നേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ എനിക്ക് പറഞ്ഞത് ഇങ്ങനെ സരസമായിട്ട് പറയുകയാണ്. അപ്പോൾ ആരോട് അദ്ദേഹത്തിന് പറഞ്ഞു, കരുണയുടെ ഈശോയുടെ രൂപം പേരുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എല്ലാ ഈശോയ്ക്കും കരുണയില്ലേ? തിരുകൃത ഈശോയ്ക്ക് കരുണയില്ലേ? അപ്പം അങ്ങനെ ആളുകൾ ശരിയായിട്ടുള്ള ഒരു കത്തോലിക്കാ സഭ പഠിപ്പിക്കുന്ന അല്ലെ സുവിശേഷം വ്യക്തമാക്കി തരുന്ന ആ ഒരു ആധ്യാത്മികത വിട്ട് ഇതുപോലെ സ്വകാര്യ വെളിപാടുമായിട്ട് മറ്റു ബന്ധപ്പെട്ടൊക്കെയുള്ള ഭക്തിയിലേക്ക് ചുരുങ്ങുന്നത് വാസ്തവത്തിൽ മാതാവിനുള്ള സ്നേഹമല്ല, അത് വാസ്തവത്തിൽ മാതാവിനോടുള്ള സ്നേഹക്കുറവാണ്. അതുകൊണ്ട് സഭ എന്താണ് പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുന്നത്, ആധികാരികമായി ഔദ്യോഗികമായി പറയുന്നത്, അത് ഏറ്റുപറഞ്ഞ് നമ്മൾ അമ്മയെ വിളിക്കുമ്പോൾ, അമ്മയോട് ഭക്തി കാണിക്കുമ്പോൾ അതായിരിക്കും ഏറ്റവും വലിയ ഭക്തി. അങ്ങനെയെങ്കിൽ ദൈവമാതാവും നിത്യകന്യകയും അമലോത്ഭവയും സ്വർഗാരോപിതമായ കന്യകാമറിയമേ, ഈ മാതാവാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അല്ലേ? ഇതാണ് സഭ പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ച് കത്തോലിക്കാ സഭ ഔദ്യോഗികമായി വിശ്വാസത്യമായിട്ട് അംഗീകരിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഈ 4 ഒരിക്കലും ഈ 4 കാര്യങ്ങളെക്കാൾ മുകളിലായിരിക്കരുത് ലൂർദ് മാതാവും, ഫാത്തിമ മാതാവും, കൃപാസന മാതാവും, വേളാങ്കണ്ണി മാതാവും, അഗ്രഹമേ. പക്ഷെ നിർഭാഗ്യവശ പലപ്പോഴും കാര്യങ്ങൾ ഇങ്ങനെയല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ അതിൻ്റെ അഭിപ്രായം അതേക്കുറിച്ച്. അതിനകത്ത് ആൾക്കാരുടെ വിശ്വാസം പോകുന്നത് ഓരോ സ്ഥലത്തും മാതാവിൻ്റെ സവിശേഷ സാന്നിധ്യം വരുമ്പോഴാണ് അവിടെ ആ ഒരു പേര് കൊടുക്കുന്നത്. പക്ഷേ വിജയുടെ പറഞ്ഞ പോലെ തന്നെ സഭ നൽകിയിരിക്കുന്ന മാതാവിൻ്റെ അത്യുന്നത സ്ഥാനങ്ങൾക്ക് താഴെയാണ് ഇവയെല്ലാം. പക്ഷേ എങ്കിലും ആ ഓരോ സ്ഥലങ്ങൾക്കും അവിടെയുള്ള മാതാവിൻ്റെ പ്രത്യേകമായ ഇടപെടലിനും സ്വർഗത്തിനൊരു പ്രത്യേക സ്ഥാനമുണ്ട്. സ്വർഗത്തിന്റെ ഒരു പ്രത്യേക പദ്ധതി പ്രകാരമാണ് വിശ്വാസത്യം പോലെ പ്രധാനപ്പെട്ടതല്ല, വിശ്വാസത്യം പോലെ. അപ്പം ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത്, മാതാവിൻ്റെ അവദാനങ്ങൾ പ്രകീർത്തിക്കുന്ന ഇത്തരമിടങ്ങളിൽ ദൈവം എന്തൊക്കെയോ ചില ദൈവിക സന്ദേശങ്ങളും അതിൻ്റെ പുറകിൽ നൽകുന്നുണ്ട്. ആ സന്ദേശങ്ങളെയും കൂടെ നമ്മൾ ഉൾക്കൊള്ളുകയാണെങ്കിൽ എല്ലാ ഉദാഹരണം പറയാൻ പറ്റില്ല. ഒരു ഉദാഹരണം പറയാം. നമ്മുടെ ലൂർദ് മാതാവിൻ്റെ ആ ഒരു സംഭവം തന്നെ നമുക്ക് എടുക്കാം. ലൂർദിലുള്ള ബർണദീത്തയ്ക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ട. ബർണദീത്ത വളരെ കൊച്ചു ബാലികയാണ്. ആ ബാലികയും കൂട്ടുകാരും കൂടെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് മാതാവ്, കൂട്ടുകാരൊക്കെ ചിലപ്പോൾ മുന്നോട്ട് നടന്നുപോയി, ബർണദീത്ത ഇങ്ങനെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോഴാണ് മാതാവ് ആദ്യം പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ അവരുടെ ഒരു ഗ്രാമത്തിലാണ്, ഒരു പാവപ്പെട്ടവരാണ്, സാധാരണ വിശ്വാസികളുള്ള ഒരു ഗ്രാമത്തിലെ ഒരു കുട്ടിയാണ് ആര്, ബർണദീത്ത. അപ്പോൾ ബർണദീത്ത ഇങ്ങനെ മാതാവ് പ്രത്യക്ഷപ്പെട്ടു. അത് കഴിഞ്ഞ് കൂട്ടുകാരൊക്കെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ബർണദീത്തയ്ക്ക് എന്തോ മാറ്റം സംഭവിച്ച പോലെയൊക്കെ. അപ്പോൾ ചോദിച്ചപ്പം ഓട്ടോമാറ്റിക്കലി പറഞ്ഞു ഒരു മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. കൂട്ടുകാരെയൊക്കെ ചെന്ന് ഓട്ടോമാറ്റിക്കലി വീട്ടിൽ പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു
കൺഫ്യൂഷനായി. കാരണം എന്താണെന്ന് ആർക്കും അറിയത്തില്ലല്ലോ. കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവം, ഒരു കൊച്ചാ വന്ന് പറയുന്നത്, ഇനി കൊച്ചു സ്വപ്നം കണ്ടതാണോ ഇനി വല്ലതും പേടിച്ചതാണോ എന്നിങ്ങനെയൊക്കെയുള്ള. എന്തായാലും ഇങ്ങനെ അത് കഴിഞ്ഞ് 2-3 തവണ ദർശനം കിട്ടി കഴിഞ്ഞപ്പോഴത്തേനും അത് പിതാവ് എന്ന് വെച്ച് വികാരിയച്ഛനോട് പറഞ്ഞു. അപ്പം വികാരിയച്ഛനും ഒരു സംശയം, ഇത് ശരിയാണോ ഈ കൊച്ചു പറയുന്നത്, കൊച്ചിൻ്റെ വല്ല മാനസികമായ ചില ഇതാണോ. ഉടനെ വികാരിയച്ഛൻ ബർണദീത്തയോട് പറഞ്ഞു, ഇനി പ്രത്യക്ഷപ്പെടുമ്പോൾ എന്താ മാതാവിനോട് പേരെന്താന്ന് ചെയ്യണം, അല്ലെങ്കിൽ ഒരു സന്ദേശം തരാൻ പറയണം എന്ന്. എന്തായാലും വികാരിയച്ഛൻ പറഞ്ഞതുപോലെ തന്നെ വീണ്ടും പ്രത്യക്ഷപ്പെട്ടപ്പോൾ ബർണദീത്ത അങ്ങനെ മാതാവിനോട് പേരെന്താന്ന് വെച്ചാൽ എന്താ പറയുക, അമലോത്ഭവയായ എന്ന് പറഞ്ഞു. അമലോത്ഭവ. സത്യത്തിൽ സഭ അത് പ്രഖ്യാപിച്ചതേ ഉള്ളായിരുന്നു. ഈ കൊച്ചറിയാനായിട്ട് യാതൊരു വഴിയില്ല, വേറെ ആരും ആ ഗ്രാമത്തിൽ അറിഞ്ഞിട്ടുമില്ല. അപ്പം വികാരിയച്ഛന് കാര്യം മനസ്സിലായി. പക്ഷേ ഈ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് ഇത് ഉൾക്കൊള്ളാനായിട്ട് മടിയായിരുന്നു. അവരെന്ത് ചെയ്തു എന്നറിയാമോ? ചെന്ന് നമ്മുടെ ബർണദീത്തയുടെ പിതാവിനോട് പറഞ്ഞു, മര്യാദയ്ക്ക് മകളെ അടക്കിയിരുത്തിക്കോണം, പുറത്ത് നിന്നും പറയരുത്, ഇവക്ക് ഏതാണ്ട് ഇതാണ്. കാരണം ജനങ്ങളെ ധിക്കരിക്കാൻ വികാരിയച്ഛനും പറ്റത്തില്ല, കാരണം അദ്ദേഹത്തിനും ഒന്നും എടുത്ത് പറയാൻ പറ്റത്തില്ല. പക്ഷെ എന്നാലും ഇങ്ങനെ ദർശനങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. എന്നാലും ദർശനങ്ങൾ തുടരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബർണദീത്ത പിതാവിനോടൊക്കെ പറയുമല്ലോ. എത്ര മൂടി വെക്കാൻ ശ്രമിച്ചാലും പിന്നെയും എങ്ങനെയും ആൾക്കാരറിയും. അപ്പം ആ ഗ്രാമത്തിലെ ജനങ്ങൾ വന്നു പറയും, ഈ ലൂർദ് ഗ്രാമത്തിന് ഒരു പ്രശ്നമുണ്ട്, ഇവർ ദരിദ്രരാണ് ജനങ്ങളൊക്കെ, അവിടുത്തെ ഏറ്റവും കൃഷിക്കാരുമാണ്. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു? ജലമില്ല അവിടെ, വളരെ ദൗർലഭ്യമുള്ള ഒരു സ്ഥലമായിരുന്നു. അപ്പം ഇവർ വന്നിട്ട് ഈ ബർണദീത്തയോട് പറഞ്ഞു, ഇനി മാതാവ് പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ നീ ഒരു അത്ഭുതം ചോദിക്കണം. അത്ഭുതം ഇതാണ്, നിങ്ങളുടെ വീടിനോട് ചേർന്ന് കുറച്ച് നല്ല നിരപ്പായ സ്ഥലമുണ്ട്, അവിടെ മനോഹരമായ ഒരു റോസാപ്പൂന്തോട്ടം, മാതാവ് റോസാപ്പൂവിൻ്റെ ആളാണല്ലോ, റോസാപ്പൂന്തോട്ടം ഉണ്ടാക്കി തരാൻ പറയാം. അതായത് ഇന്നാണ് പ്രത്യക്ഷപ്പെടുന്നതെങ്കിൽ അടുത്ത 12 മണിക്കൂറിനുള്ളിൽ അവിടെ മനോഹരമായ റോസാപ്പൂന്തോട്ടം ഉണ്ടായാൽ നിനക്ക് പ്രത്യക്ഷപ്പെട്ടത് മാതാവാണെന്ന് ഞങ്ങൾ വിശ്വസിക്കാം. അപ്പോൾ കാരണം ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഈ ബർണദീത്തയും വീട്ടുകാരും കൂടെ എന്തെങ്കിലും കളിപ്പീര് നടത്തി എവിടുന്നെങ്കിലും റോസാച്ചെടി കൊണ്ടുവന്ന് പറിച്ച് ഇവിടെ വെച്ചൊരു പൂന്തോട്ടം ആക്കിയാലോ. ഈ റോസാച്ചെടി അങ്ങനെ പറിച്ചാലൊരു പ്രശ്നം എന്താണ്? റോസാച്ചെടി ഇങ്ങനെ ഓരോരുത്തർ എന്താ പൂവുള്ളൊരു റോസാച്ചെടി നമ്മൾ പഠിച്ചെടുക്കുമ്പോഴത്തേന് പൂവിൻ്റെ എല്ലാ ഇതളുകൾ അടങ്ങും. അതുകൊണ്ട് അങ്ങനെയുള്ള കുതന്ത്രത്തിലൂടെ ഞങ്ങളെ പറ്റിക്കാൻ വരണ്ട എന്ന് പറഞ്ഞാണ് റോസാച്ചെടി തന്നെ അവർ, അസമയം വേറെ പല ചെടികളുമായിരുന്നെങ്കിൽ ചിലപ്പം പറിച്ചിവിടെ കൊണ്ട് വെച്ച് പൂന്തോട്ടം ഉണ്ടാക്കാറ്. പക്ഷേ എന്തായാലും മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പം ബർണദീത്ത പറഞ്ഞു, ഇങ്ങനെ ഗ്രാമവാസികൾ എൻ്റെ കൂടെയുള്ളവർ ആവശ്യപ്പെട്ട അമ്മേ എന്താണ് ഇങ്ങനെയാണെങ്കിലേ അമ്മയാണെന്ന് അവർ വിശ്വസിക്കുന്നു. ഉടനെ മാതാവ് പറഞ്ഞു, മോളെ, ദൈവത്തിൻ്റെ ചിന്ത മനുഷ്യരുടെ ചിന്തകൾ പോലെയല്ല, അവരളക്കുന്ന അളവ് കൊണ്ടല്ല ദൈവം പ്രവർത്തിക്കുന്നത്. ഇതിനേക്കാളും വലിയൊരു അടയാളം ഞാൻ യഥാർത്ഥത്തിൽ മാതാവാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരും. മോള് പോയി ഒരല്പം അവരൊരു സ്ഥലം കാണിച്ചു, അവിടെ പോയി മോള് ചെറുതായിട്ടൊന്ന് കുഴിച്ച് നോക്കാൻ പറഞ്ഞു. അപ്പം ഗ്രാമത്തിൻ്റെ പ്രശ്നം എന്താണ്? വെള്ളമില്ല. ബർണദീത്ത ചുമ്മാ കൈയോ അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്ത് ചെറുതായിട്ടൊന്ന് കുഴിച്ചു. അവിടെ നിന്ന് ഇങ്ങനെ അത്ഭുത എപ്പോഴും നിലയ്ക്കാത്ത രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഒത്തിരി രോഗശാന്തിയും ഒത്തിരി ആത്മീയ സൗഖ്യവും കിട്ടുന്നു. അപ്പോൾ ഇതാണ് മനുഷ്യൻ്റെ കുരുട്ട് ചിന്തയ്ക്കും ബുദ്ധിക്കും ഒക്കെ അതീതമാണ് ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ. അപ്പം ഓരോ മാതാവിൻ്റെ സാന്നിധ്യമുള്ള പ്രത്യേകമായിട്ട് വിശേഷിപ്പിക്കേണ്ടുന്ന സ്ഥലങ്ങളിൽ ഇങ്ങനെ എന്തെങ്കിലും ചെറിയൊരു ചരിത്രം അതിൻ്റെ പിന്നിലുണ്ട്. അപ്പം നമ്മളൊരു മാതാവിനെ വിളിക്കുമ്പോൾ, കൃപാസന മാതാവേന്നോ വേളാങ്കണ്ണി മാതാവേന്നൊക്കെ വിളിക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ചരിത്രം കൂടി ഒന്ന് മനസ്സിലാക്കിയാൽ വരുന്ന ഒരു ദൈവീയ സന്ദേശം കൂടെ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ആ സന്ദേശവും കൂടെ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ആ വിശ്വാസങ്ങളെ ഉൾക്കൊള്ളുകയാണെങ്കിൽ കുറച്ചുകൂടി ആഴത്തിൽ പോകാൻ സാധിക്കുമെന്ന് പറയാനാണ് ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത്. പിന്നെ എനിക്ക് തോന്നുന്നു എന്നോട് ചേർത്ത് പറയുന്നൊരു കാര്യം, നമ്മളിങ്ങനെ മാതാവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം മാതാവിൻ്റെ പുത്രനെ സ്നേഹിക്കപ്പെടുക, മാതാവ് ഈശോ ആയിരിക്കുന്ന സ്വർഗത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുക. ഇതിലേക്ക് മാതാവിൻ്റെ സന്ദേശങ്ങളിലേക്ക് വരികയും ഈ ഒരു ലക്ഷ്യത്തിലേക്ക് വരാതിരിക്കുകയും ചെയ്യുമ്പോഴൊക്കെ നമ്മൾ എന്തെല്ലാം രീതിയിൽ മാതാവിനെ വിളിച്ചാലും അതെല്ലാം മാതാവിനെ വേദനിപ്പിക്കും. ഇപ്പോൾ അച്ഛൻ പറഞ്ഞപ്പോൾ സംഭവം ഓർക്കുന്നത്, ഒരു സ്ഥലത്ത് മാതാവ് കരഞ്ഞതായിട്ട് കേട്ടുകൊണ്ട് ആളുകളെല്ലാം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പോകുന്ന വഴിക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ട്, അയാൾ വീടിൻ്റെ അടുത്താണ്. അപ്പോൾ ഈ പോകുന്ന ആൾക്കാർ വെച്ചു, നിങ്ങൾ വരുന്നില്ലേ, കുറച്ച് അപ്പുറത്തല്ലേ മാതാവ് കരയുന്നേ. അപ്പോൾ അയാൾ പറഞ്ഞു, അല്ല ഞങ്ങളിവിടെ മാതാവിനെ ചിരിപ്പിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് മാതാവ് കരയുന്നതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ എന്നെ ചിരിപ്പിക്കൂ എന്നതിൻ്റെ അർത്ഥം. ആൾക്കാരത് ഈ കരയുന്നത് പിന്നീട് ഒരു രസമായിട്ട് കണ്ട്
അത് പിന്നെ ആൾക്കാരിങ്ങനെ പുറകെ പോവുകയാണ്. അപ്പോൾ മെസ്സേജ് എനിക്ക് മനസ്സിലാകുന്നില്ല. മാതാവ് കരയുന്നുണ്ടെങ്കിൽ അർത്ഥം എത്രയും പെട്ടെന്ന് എൻ്റെ ഈശോയെ എന്തെങ്കിലും ചിരിപ്പിക്കുമെന്ന് എൻ്റെ അർത്ഥം. പിന്നെ ഈ നമ്മൾ പറഞ്ഞതുപോലെ അപ്പോൾ ഈ കൃപാസന മാതാവ് അല്ലെങ്കിൽ ലൂർദ് മാതാവ് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പോൾ അച്ഛൻ പറഞ്ഞതുപോലെ ഒരു അവിടെ അത് ജനുവനാണെന്നുണ്ടെങ്കിൽ അവിടെ വലിയൊരു ആധ്യാത്മിക സന്ദേശമുണ്ട്. ആ സന്ദേശം നമ്മൾ സ്വീകരിക്കുമ്പോൾ മാത്രമേ മാതാവ് ശരിക്കും സന്തോഷിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഏത് വിശേഷണത്തിൽ മാതാവിനെ വിളിച്ചു എന്നതല്ല പ്രധാനപ്പെട്ട കാര്യം. മാതാവ് എന്ന വ്യക്തി സ്നേഹിക്കപ്പെടുക, ആ വ്യക്തിയുടെ പ്രധാനപ്പെട്ട കൊതിയായ ഈശോയെ ആത്മാക്കൾ ഹൃദയം നിറയെ സ്നേഹിക്കുക എന്നതിനാണ് എപ്പോഴും പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇപ്പോൾ സഭ അംഗീകരിച്ചതാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിലേത് പേര് വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അപ്പോഴും ഈ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ആത്മാക്കൾ അല്ലേ മറന്നു പോകുന്നത്. അതാണ് നമ്മൾ ഈ പറയാൻ ഉദ്ദേശിച്ചതിൻ്റെ പൊരുള അതാണ്. അപ്പോൾ നമുക്ക് ഏകദേശം ഈ വിഷയത്തിൽ ആൾക്കാർക്ക് ഒരു വ്യക്തത കിട്ടിയെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. നമുക്ക് മാതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥം തേടാം. മാതാവി ഇത് ഞങ്ങളെ കേൾക്കുന്ന എല്ലാവർക്കും പ്രത്യേകമായ ഒരു മാധ്യസ്ഥം വഹിച്ച് അനുഗ്രഹം വാങ്ങിച്ചു നൽകണമേ. ഈശോയുടെ ആശീർവാദം ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ സ്തുതിയായിരിക്കട്ടെ.